മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്ത ലോകത്തെ ഒന്നാകെ മുൾമുനയിൽ നിർത്തുകയാണ്. ഇറാനിൽ ആണവായുധം പ്രയോഗിക്കാൻ ഐക്യരാഷ്ട്രസഭ തയ്യാറെടുക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു മുതിർന്ന UN നയതന്ത്ര പ്രതിനിധി. ലോകം വീണ്ടും ഒരു ആണവ യുദ്ധത്തിന്റെ ഭീതിയിലേക്ക് നീങ്ങുകയാണോ എന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ എങ്ങും ഉയരുന്നത്. ഐക്യരാഷ്ട്രസഭയിലെ നയതന്ത്ര പദവി രാജിവെച്ചുകൊണ്ട് മുഹമ്മദ് സഫ എന്ന UN ആക്ടിവിസ്റ്റാണ് ഈ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഇപ്പോൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സംഘർഷങ്ങൾക്കിടയിൽ ഇറാനെതിരെ ആണവായുധം പ്രയോഗിക്കാൻ UN ആലോചിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. ഇത്തരം മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് സാക്ഷിയാകാനോ അതിന്റെ ഭാഗമാകാനോ തന്റെ മനസാക്ഷി അനുവദിക്കാത്തത് കൊണ്ടാണ് താൻ ചുമതലകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇറാനിൽ ഒരു ന്യൂക്ലിയർ വിന്റർ അഥവാ ആണവ ബോംബ് വിസ്ഫോടനത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു കൃത്രിമ ശൈത്യകാലമുണ്ട്. അത് അവിടെ ഉണ്ടായി സർവനാശം ഉണ്ടാകുന്നതിന് മുൻപ് ഇത് തടയാൻ വേണ്ടിയാണ് താൻ വിവരങ്ങൾ പുറത്തുവിടുന്നതെന്ന് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അദ്ദേഹം ലോകത്തെ അറിയിച്ചു. ഐക്യരാഷ്ട്രസഭയിൽ പ്രത്യേക ഉപദേശക പദവിയുള്ള പാട്രിയോട്ടിക് വിഷൻ അഥവാ PVA എന്ന അന്താരാഷ്ട്ര സംഘടനയുടെ പ്രധാന പ്രതിനിധിയായിരുന്നു മുഹമ്മദ് സഫ. കഴിഞ്ഞ 12 വർഷത്തോളമായി UN പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാൻ ജനവാസമില്ലാത്ത വെറുമൊരു മരുഭൂമിയല്ലെന്നും അവിടെ 1 കോടിയോളം വരുന്ന മനുഷ്യരും കുട്ടികളുമാണ് ജീവിക്കുന്നതെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. വാഷിംഗ്ടണിലോ പാരീസിലോ ലണ്ടനിലോ ആണവാക്രമണം ഉണ്ടായാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചിന്തിച്ചു നോക്കാനും സഫ ചോദിക്കുന്നുണ്ട്. ചില മുതിർന്ന UN ഉദ്യോഗസ്ഥർ ഐക്യരാഷ്ട്രസഭയ്ക്ക് വേണ്ടിയല്ല മറിച്ച് ശക്തമായിട്ടുള്ള ചില രഹസ്യ ലോബികൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണവും സഫ ഉന്നയിക്കുന്നുണ്ട്. ഇതിനൊപ്പം ഇസ്രയേലിനെതിരെയും അദ്ദേഹം ആഞ്ഞടിക്കുന്നുണ്ട്. ഇസ്രയേൽ രഹസ്യമായി ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നുണ്ടോ എന്ന സംശയം ഉന്നയിച്ച അദ്ദേഹം 1981 UN സുരക്ഷാ കൗൺസിൽ പ്രമേയം ഉണ്ടായിട്ട് പോലും തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയെ ഇസ്രയേൽ അനുവദിക്കുന്നില്ല എന്നും ചൂണ്ടിക്കാട്ടി. പക്ഷേ ഇറാനെ പോലെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ കരാറിൽ ഇസ്രയേൽ ഒപ്പുവെച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. ആണവായുധങ്ങളെ കുറിച്ചിട്ടുള്ള ലോക നേതാക്കളുടെ ഓരോ ചർച്ചയും മനുഷ്യ ശരീരങ്ങൾ നിമിഷ നേരം കൊണ്ട് ചാമ്പലാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണെന്ന് നമ്മൾ ഓർക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കൂടാതെ ഇറാനിലെ കൊടും തണുപ്പിൽ പട്ടിണി കിടക്കുന്ന യുദ്ധബാധിതർക്ക് സഹായം എത്തിക്കുന്നതിനായി അടിയന്തരമായി സംഭാവനകൾ നൽകാനും PVA പ്രതിനിധി ലോകത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആണവായുധ പ്രയോഗം എന്ന സാധ്യത വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ്. തെരുവിലിറങ്ങി പ്രതിഷേധിക്കാനും ലോകത്തോട് സത്യം വിളിച്ചു പറയാനും മുഹമ്മദ് സഫ ആഹ്വാനം ചെയ്യുന്നു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ അതിരുകൾ കടക്കുമ്പോൾ ലോകത്തെ മുഴുവൻ ഭീതിയിലായിരുന്ന ഈ വെളിപ്പെടുത്തൽ വരും ദിവസങ്ങളിൽ വലിയ കോളിളക്കങ്ങൾ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളം.